ഹായ്, ദിസ് ഇസ് ജൂലൈ 5th സൺഡേ വ്ലോഗ്. അപ്പോൾ രാവിലെ ഒരു 11:30-12 മണിയായപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ വെട്ടുകാട് പള്ളിയിലേക്കാണ്. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അപ്പൂട്ടിൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ, 9th ബർത്ത്ഡേ. കാരണം എല്ലാവരുടെ ബർത്ത്ഡേക്കും തലേന്ന് ഞങ്ങൾ കേക്ക് കെട്ടി. അപ്പൂട്ടിൻ്റെ ബർത്ത്ഡേക്ക് ഞങ്ങൾ കേക്ക് കെട്ടിയിട്ടില്ല. അപ്പം അതിൻ്റെ സങ്കടത്തിലാണ് അപ്പൂട്ടൻ. അവന് ഭയങ്കരമായിട്ട് ആഘോഷിക്കണം എന്നായിരുന്നു കേട്ടോ ആഗ്രഹം. എന്തായാലും ജസ്റ്റ് ഒരു കേക്ക് കട്ട് ചെയ്ത് സെലിബ്രേറ്റ് ചെയ്യാൻ വീട്ടിൽ തന്നെ എന്ന് വിചാരിക്കുന്നു. പിന്നെ പള്ളിയിൽ കയറി പ്രാർത്ഥിച്ച് മെഴുകുതിരി എത്തിച്ചിറങ്ങി വീട്ടിലേക്ക് തിരിച്ചു. പോകുന്ന വഴിക്ക് അന്നക്കുട്ടി ഉറക്കായി. ചെന്നപാടെ ഫുഡും കഴിച്ചുകൊണ്ട് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. കാരണം അവന് കുറച്ച് സർപ്രൈസസ് ഒക്കെ ഒരുക്കണം. അങ്ങനെ ദേ കേക്കും സർപ്രൈസസും ഒക്കെ ആയിട്ട് ഞങ്ങൾ പതിയെ വീട്ടിൽ പുറകിൽ കൊച്ചു വീട്ടിൽ കൊണ്ടുവന്ന് വെക്കുകയാണ്. പോയി അപ്പൂട്ടിനെയും കൊണ്ട് അമ്മ അമ്പലത്തിലേക്ക് പോയി. അപ്പോൾ നിങ്ങൾ എന്തായാലും ഗിഫ്റ്റ് പർച്ചേസിനൊക്കെ പോയി ഒരു ഷോർട്സ് കണ്ടു കാണും. സ്മാർട്ട് ബസാറിലൊക്കെ പോയി പർച്ചേസ് ചെയ്ത്. അപ്പോൾ ഞങ്ങളിതെല്ലാം വാങ്ങിക്കൊണ്ട് വന്നിട്ട് എല്ലാം ഗിഫ്റ്റ് റാപ്പ് ചെയ്തു. ഞങ്ങൾ ട്രഷർ ഹണ്ടാണ് പ്ലാൻ ചെയ്യുന്നത്. ആൾ ഭയങ്കര സങ്കടത്തിലാട്ടോ അമ്പലത്തിലേക്ക് പോയിരിക്കുന്നത്. ആരും ഒരു ഗിഫ്റ്റും കൊടുത്തില്ല, സെലിബ്രേറ്റ് ചെയ്തില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് അന്നം തിരിഞ്ഞ പരിപാടികൾ കാണിക്കുന്ന എല്ലാ സ്ഥലത്തും കേട്ടോ ഞങ്ങൾ ഗിഫ്റ്റ് ഒളിപ്പിച്ചത്. ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തു. ചേട്ടാ എവിടെ പോയി? അപ്പച്ചേട്ട എവിടെ പോയി? അപ്പുച്ച എവിടെ പോയി? അമ്പലത്തിൽ പോയി. അമ്പാനെ തോയാൻ പോയി. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ ഇങ്ങനെ സർപ്രൈസ് ഒക്കെ ഒരുക്കി. അപ്പൊ അപ്പൂട്ടൻ വരും മുമ്പ് നമ്മൾ സെറ്റ് ചെയ്തത്. അപ്പൂട്ടിനോട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നില്ല എന്നാണ് പറഞ്ഞത്. സാധാരണ എല്ലാവരുടെയും ബർത്ത്ഡേ ഇങ്ങനെ നൈറ്റ് സെലിബ്രേറ്റ് ചെയ്യുന്നുള്ളത് അപ്പൂട്ടിനെ എന്നാൽ എക്സ്പെക്ട് ചെയ്തെന്ന് തോന്നുന്നു നൈറ്റ് കേക്ക് കട്ട് ചെയ്യുമെന്ന്. പക്ഷെ നമ്മൾ കേക്ക് കട്ട് ചെയ്തില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാൻ ആർക്കും വയ്യായിരുന്നു. ഒന്നാമത്തെ കാര്യം എന്തൊക്കെയോ കൊണ്ട് എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എൻ്റെ പെടലി ഉളുക്കി നാക്കിൽ കടി കിട്ടി സംസാരിക്കാൻ വയ്യ, ശ്രീക്ക് വയ്യ, പനി, അങ്ങനെയൊക്കെ ഇരിക്കുന്നതുകൊണ്ട് സെലിബ്രേറ്റ് ചെയ്യണോ വേണ്ടേ എന്ന് വിചാരിച്ചിങ്ങനെ ഇരിക്കുക. അപ്പൂന് ആകെ മൂഡ് ഓഫ് ആണ്. അപ്പൂന് ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യണം എന്ന് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഇപ്പൊ 9th ബർത്ത്ഡേ അല്ലേ, 10th ബർത്ത്ഡേ നമുക്ക് വേണമെങ്കിൽ സെലിബ്രേറ്റ് ചെയ്യാം. ഇപ്പൊ നമുക്ക് തൽക്കാലം കേക്കൊന്നും വേണ്ട, കട്ട് ചെയ്യേണ്ട, നമുക്ക് പള്ളിയിൽ പോയി അമ്പലത്തിലൊക്കെ പോയി അങ്ങനെയൊക്കെ സെലിബ്രേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് ആളെ അമ്പലത്തിലേക്ക് വിട്ടത്. അപ്പോൾ എന്തായാലും തിരിച്ചു വരുമ്പോൾ അപ്പൂട്ടൻ സർപ്രൈസ് ആവുമായിരിക്കും. അപ്പൂട്ടിന് അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഞങ്ങളിങ്ങനെ കുഞ്ഞു 9 ഗിഫ്റ്റ്സ് ഒക്കെ അവനതൊരു സന്തോഷമാവട്ടെ എന്ന് വിചാരിച്ചിട്ട് സെറ്റ് ചെയ്തത്. കേക്ക് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ കേക്ക് പറയുന്ന പോലെ ഇന്നലെ രാവിലെ ആണെന്ന് തോന്നുന്നു. കേക്ക് വേണോ വേണ്ടോ എന്നൊരു കൺഫ്യൂഷൻ ആയിരുന്നു. എപ്പോഴും പറയുന്ന വിജയലക്ഷ്മി ചേച്ചി അടുത്ത് തന്നെയാണ് പറഞ്ഞത്. അപ്പം ചേച്ചി പെട്ടെന്ന് സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അതും തീം സത്യം പറഞ്ഞാൽ എനിക്ക് പറഞ്ഞു കൊടുക്കാൻ അറിഞ്ഞൂടാ. കേക്കിന്റെ തീം എന്ത് വേണം ഞാൻ ചോദിച്ചപ്പോൾ ഞാൻ ചേച്ചിയോട് പറഞ്ഞു ചേച്ചി ഇഷ്ടമുള്ള തീം എടുത്തോ. എനിക്ക് സത്യം പറഞ്ഞ ഒരു ഐഡിയ കിട്ടുന്നില്ല അവൻ എന്ത് ചെയ്യണം എന്നുള്ളത്. ചോക്ലേറ്റ് കേക്ക് വേണം, ഞാൻ ചോക്ലേറ്റ് ഓർ മാഞ്ചോ പറഞ്ഞപ്പോൾ ചേച്ചി ചോക്ലേറ്റ് കേക്ക് ചെയ്യാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചേച്ചിക്ക് ഇഷ്ടമുള്ള തീം ചെയ്തോന്ന് ചോദിച്ചു. ചേച്ചി വൈകുന്നേരമാണ് വിളിക്കുന്നത്. ഇന്നിപ്പോൾ ഒരു 3 മണിയൊക്കെ വിളിച്ചിട്ട് ചേച്ചി ഇന്തു അവന് ഫുട്ബോൾ ഇഷ്ടമാണോ. ഇപ്പം എന്തായാലും ഫുട്ബോൾ സീസൺ ആയതുകൊണ്ട് ആൾക്ക് റൊണാൾഡോയും മെസ്സിയെ ഇഷ്ടമാണ്. റൊണാൾഡോ ആണെന്ന് തോന്നുന്നല്ലേ ഏറ്റവും ഇഷ്ടം. അപ്പം അതുകൊണ്ട് റൊണാൾഡോയുടെ ജേഴ്സിയും ബോളും ഒക്കെ ചേച്ചി സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ കണ്ടിട്ടില്ല. അവൻ തന്നെ ഓപ്പൺ ചെയ്യട്ടെ എന്ന് വെച്ചാൽ ഞങ്ങൾ വെച്ചേക്കാണ്. അപ്പൊ എന്തായാലും അവൻ വരുമ്പോ കാണാം. അപ്പൂന് ഞങ്ങൾ വലിയൊരു സർപ്രൈസ് കൊടുത്തപ്പോൾ ഞങ്ങൾക്ക് സർപ്രൈസ് ആയിട്ട് അനീഷയും സനമോളും അഖിലും അതിലെയും കൂടെ വന്നു കേട്ടോ. അപ്പൂന് ഭയങ്കര സന്തോഷമായിട്ട് അവർ വന്നപ്പോൾ ഞങ്ങൾ ഒട്ടും പ്രതീക്ഷയില്ല അവർ വരുമെന്ന്. ഈവനിങ് വിളിച്ചിട്ട് ഇവിടെ ഇല്ലേ എപ്പോൾ എത്തും എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ലേറ്റ് ആവും. അപ്പോഴേക്കും അവർ പൗടിക്കോണത്തേക്ക് വന്നു. This is your first surprise, Aputa. 9 more surprise are awaiting. Get ready for a treasure hunt. Ronaldo urundu. Dakilello undakkiyanu. Avunu dattu nokku. Kattido. Happy birthday to you. Happy birthday to you. Happy birthday. ശരിക്കും അവൻ കേക്കൊക്കെ കട്ട് ചെയ്തപ്പം അവൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വിഷമിച്ചിരുന്നതിന് അത്രയും സന്തോഷം കൊടുക്കാൻ പറ്റി. പിന്നെ അവരും കൂടെ വന്നപ്പോൾ അവൻ കുറച്ചുകൂടി ഹാപ്പിയായി. ഇല്ല രാവിലെ എനിക്ക് ചെറിയ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. അമ്മ 2-3 പ്രാവശ്യം അമ്മൂനെ വിളിച്ചു. അത് കണ്ട ആർക്കായാലും ഡൗട്ട് തോന്നൂലേ. ശരിക്കും അവൻ്റെ സന്തോഷം കണ്ടപ്പോൾ ഞങ്ങൾക്കും ഭയങ്കര സന്തോഷമായി. അവൻ ഇത്രയും വലിയ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് തലേന്ന് നമ്മൾ കേക്ക് കട്ട് ചെയ്യാത്തെങ്കിലും അയ്യോ കട്ട് ചെയ്തില്ലല്ലോ എന്ന് ഓർത്ത് ഞങ്ങൾക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു കേട്ടോ മനസ്സിൽ. അങ്ങനെ എല്ലാവർക്കും കേക്കൊക്കെ കൊടുത്തിട്ട് നമ്മൾ ട്രഷർ ഹണ്ടിലേക്ക് കടക്കാൻ പോവാണ്. നമുക്ക് ഓരോ ക്ലൂ ആയിട്ട് അപ്പോട്ടിന് കൊടുക്കാം. സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് അപ്പൊ TV കണ്ടുകൊണ്ടിരിക്കുമ്പോ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ഒരു കാര്യം എന്താ? അല്ല, TV കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് പോയി അത് ചെയ്യും. അപ്പൊ എല്ലാരും പറയും അമ്മുഞ്ഞയും മുത്തിയൊക്കെ പറയും അങ്ങനെ ചെയ്യരുതെന്ന് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെന്ന് പറയും. അതിനകത്തുണ്ട്.
തുറന്നു നോക്ക്. സെക്കൻഡ് വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും ഇതില്ലേന്ന് ചോദിക്കും. ഇത് വേണം ഏറ്റവും കൂടുതൽ. അതില്ലെങ്കിൽ നീ ഒരു സ്ഥലത്ത് പോയത് വാങ്ങിക്കും. അപ്പൊ അത് ഈ വീട്ടിലുള്ള സ്ഥലം അല്ല. എപ്പോഴെപ്പോഴും പോവും. അവിടെ പോയി ഉള്ള എല്ലാം തുറന്നു നോക്കും. അരിച്ചു വെറുക്കാൻ നടക്കും. നീ അരിച്ചു വെറുക്കാൻ പോകുന്ന സ്ഥലം. കിട്ടിയോ? എനിക്കറിയാം. ആ തേർഡ് ക്ലൂ വന്നിട്ട് അതും അമ്മുഞ്ഞ മെയിൻ ആയിട്ട് വഴക്ക് പറയുന്ന കാര്യമാണ്. അവിടെ പോവരുത്. അവിടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നീ അതിപ്പോ ഒരു കുറെ നാളായിട്ട് യൂസ് ചെയ്യുന്നില്ല. അതൊരു അതെ എവിടെ വെച്ചാലും ആ സാധനം കണ്ടുപിടിക്കുകയും ചെയ്യും. അതെ അയ്യോ തൺവില് വാ. കിട്ടിട്ടുണ്ടേ. ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതിയേക്കണ വെച്ച് ഓൺ ആക്കുമ്പോ ലൈറ്റ് ഒക്കെ കത്തി വെച്ച ആ സാധനം കത്തി ചെടോലോ തുറക്കും ചുള്ളി. അടുത്ത വന്നിട്ട് നീ ഇത് വഴക്ക് വാങ്ങിച്ചു നിന്റെ കണ്ണുതിരിഞ്ഞ പരിപാടികളാണ് എല്ലാ ക്ലൂവും. ഇവിടുന്ന് അങ്ങോട്ടുള്ള സൈഡിൽ നീ ഒരു കാര്യം ചെയ്യും. രഹസ്യമായിട്ടൊക്കെ ചെയ്യും. നമ്മളത് കണ്ടുപിടിക്കും. തീപ്പെട്ടി കത്തിക്കണം. കിട്ടി. ഇത് ഗസ് ചെയ്യാൻ പാടാണ്. തറഞ്ഞൂടാ. ഇത് പറ്റൂല. ഞാൻ വീഡിയോ കണ്ടിട്ടുണ്ട്. പിന്നെ എന്തിന്റെ അപ്പുട്ടാ ഇപ്പഴത്തെ വേറൊരു റേസർ ഉണ്ട്. എല്ലാരെയും പറ്റിക്കാൻ ചെയ്യുന്ന ഒരു കാര്യമാണ്. എന്ത്? നീ എല്ലാരെയും പറ്റിക്കും. അങ്ങനെ അന്നക്കുട്ടിയെ പറ്റിക്കും. ഏറ്റവും കൂടുതൽ ഒളിക്കുന്ന ഒരു സ്ഥലം. അവൾ ആ റൂമില് അല്ല, ഏറ്റവും കൂടുതൽ ഒളിക്കുന്ന ഒരു സ്ഥലം. എപ്പോ നമ്മള് കളിക്കുമ്പോഴേ ഏത് റൂമിലാ ഏറ്റവും കൂടുതൽ ഒളിക്കുന്നത്? പോന്ന് വരൂ. നിനക്ക് എന്നും വഴക്ക് കിട്ടും. നീ വെറുതെ അത് വേസ്റ്റ് ചെയ്യും. അത് വേസ്റ്റ് ആക്കരുത് അങ്ങനെ ചെയ്യരുത് നമ്മൾ പറയും. പുറകെ പോട്ടെ. ഇത് ചെയ്യാൻ ഇഷ്ടമില്ലാത്തൊരു കാര്യം. ഇഷ്ടമല്ല, കഴിക്കാനാ. അല്ല, വേറൊരു കാര്യം. അത് ചെയ്യാൻ അത് ചെയ്യാൻ ഇഷ്ടമാണോ? അല്ല. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് നിനക്ക് പണ്ട് ഒരു കുറച്ച് നാൾക്ക് മുന്നേ അല്ലേ ഒരു ഇതുപോലൊരു ബർത്ത്ഡേക്ക് ഒരു സാധനം നിനക്ക് ഇവര് ഗിഫ്റ്റ് ചെയ്താ മുന്നേക്ക്. ഇങ്ങനത്തെ അപ്പൊ ഇവിടുത്തെ ലോക്കർ ഏതാ? ഈ മുറി മാത്രമല്ലല്ലോ അലമാര ഉള്ളത്. തുണി, ടീഷർട്ട്. വീട്ടിൽ നിന്നെ ഏറ്റവും വഴക്ക് പറയുന്ന ആളടുത്തുണ്ട്. നമ്മളവിടെ വീട്ടില് നമ്മൾ 4 പേരിൽ നിന്നെ ഏറ്റവും വഴക്ക് പറയുന്ന ആളടുത്ത് ആ സാധനം ഉണ്ട്. ഇവരല്ല. അല്ല, അമ്മയുടെ അല്ല. അതൊരു പേപ്പറാണ്, അത് ലെറ്റർ ആണ്. വായിച്ചാ അടിയർ അപ്പു, ഇന്നത്തെ ദിവസം നീ ഒത്തിരി വിഷമിച്ചറിയാം. കേക്കൊന്നും രാത്രി കട്ട് ചെയ്തില്ല. ഞാൻ തന്നെ വായിച്ചില്ല. ഗിഫ്റ്റ്സ് തന്നില്ല. പക്ഷെ അതൊക്കെ നമുക്ക് ഇത്രയും വലിയ സർപ്രൈസ് തരാനായിരുന്നു. ഒത്തിരി സന്തോഷമായെന്ന് കരുതുന്നു. 9 വർഷങ്ങൾക്ക് മുമ്പ് നിന്നെ ഞങ്ങൾക്ക് ഒരു വീട്ടിൽ പോലെ ദൈവം തന്നതാണ്. അമ്മ പറയണ കേക്കടാ. പറ. പറ. 7 വർഷങ്ങൾക്ക് ഇപ്പം അതുപോലെ അന്നക്കുട്ടി എന്ന നിധിയെ ഞങ്ങളുടെ 2 കണ്ണുകളാണ് നീ. ഒരേ ചിത്രത്തിന്റെ 2 വ്യത്യസ്ത ആംഗിൾസ് എന്ന് മാത്രം. എന്നെ അമ്മയാക്കിയില്ല. അപ്പൂട്ടനോട് അമ്മയ്ക്ക് അച്ചായിക്ക് ഒന്ന് സ്നേഹം മാത്രമേ ഉള്ളൂ. വികൃതത്തിന് കാണിക്കുമ്പോ വായി തോന്നിയിട്ട് പറഞ്ഞാല് നീ ഈ സർപ്രൈസ് കിട്ടും വരെ വിഷമിച്ചിരുന്നപ്പോൾ അമ്മയുടെ മനസ്സ് എത്ര വിഷമിച്ചെന്നോ, എത്ര വട്ടം കണ്ണ് തവഞ്ഞെന്നോ. നിനക്ക് അന്നക്കുട്ടിയോട് സ്നേഹം കാണുമ്പോൾ നീ അവളുടെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമാകാറുണ്ട്. നീ നല്ല കുട്ടിയാണ്. കുറച്ച് പിടിവാശിയും ദേഷ്യമൊക്കെ കുറച്ച് നന്നായി പഠിക്കണേ. നീ ലവ് യു സോ മച്ച് അപ്പൂട്ട. ഞങ്ങൾ എല്ലാവർക്കും അമ്മൂടെ ഇഞ്ഞ മുക്കി എല്ലാവർക്കും നിന്നെ ഭയങ്കര ഇഷ്ടമാണ്. അതാട്ടെ എനിക്കറിയാം. ആർസി അത്
Off-road RC truck. Oh. Kangu. Oh, idu. Hi, color set. Color set. Pencil eraser yellow. അഞ്ഞൂബാ Cool boy club.